ഒരു സാമ്പത്തിക പാദത്തിൽ പരമാവധി 32 ദിവസം മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഓവർ ഡ്രാഫ്റ്റിൽ പ്രവർത്തിക്കാൻ സാധിക്കുക. അത് കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കടുത്ത നടപടികൾ ഉൾപ്പെടെ ഉണ്ടാകും. ഈ സാമ്പത്തിക പാദത്തിൽ സംസ്ഥാന ട്രഷറി ഇതിനോടകം 24 ദിവസം ഓവർ ഡ്രാഫ്റ്റിലാണ് പ്രവർത്തിച്ചത്. അതിനാൽ സുപ്രീം കോടതിയുടെ അനുകൂല ഇടപെടൽ വൈകിയിരുന്നുവെങ്കിൽ സംസ്ഥാനം കനത്ത പ്രതിസന്ധിയിലേക്ക് പോകുമായിരുന്നു. 8 ദിവസങ്ങൾക്ക് ശേഷം ട്രഷറി അടച്ചുപൂട്ടുന്നതിന് തുല്യമായ അവസ്ഥയിലാകുമായിരുന്നു. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ മാത്രമാണ് കടമെടുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ ഇനി അവശേഷിക്കുന്നത് 3 ചൊവ്വാഴ്ചകൾ മാത്രമാണ്. കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചാൽ 13,608 കോടി രൂപ വരുന്ന ചൊവ്വാഴ്ച തന്നെ കേരളം കടമെടുക്കും. അധിക കടമെടുക്കാൻ കേന്ദ്രത്തിൻ്റെ അനുമതി ലഭിച്ചാൽ അടുത്ത 3 ചൊവ്വാഴ്ചകളിൽ പണം കണ്ടെത്താനാകും കേരളം ശ്രമിക്കുക. കേരളത്തിന് ഈ സാമ്പത്തിക വർഷം ഇനി 13,608 കോടി രൂപ കൂടി മാത്രമേ കടമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ അതിനു പുറമെ 24,344 കോടി രൂപ കൂടി കടമെടുക്കാൻ കഴിയുമെന്നാണ് കേരളത്തിൻ്റെ വാദം. അധികമായി കടമെടുക്കാൻ കഴിയുമോ എന്നതിനെ സംബന്ധിച്ചാണ് കേരളവും കേന്ദ്രവും തമ്മിൽ ചർച്ച നടത്തുക. സെക്രട്ടറി തലത്തിലാണ് ചർച്ച. ഭരണ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവാദ പ്രസ്താവനകൾ നടത്തരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.